കാറ്റ് വീശിയടിച്ചപ്പോൾ അടുത്തുള്ള ഏതോ തട്ടുകടയിൽ നിന്നുള്ള ഭക്ഷണത്തിൻ്റെ മണം അവരുടെ അടുത്തേക്ക് വന്നു. മഴ വീണ്ടും കനക്കാൻ തുടങ്ങി. മീരയുടെ തലച്ചോർ അവളോട് ഉറക്കെ പറയുന്നുണ്ടായിരുന്നു, ഈ മനുഷ്യനെ അവഗണിച്ച് വേഗം അകത്തേക്ക് കയറിപ്പോകാൻ. അവളുടെ ഉള്ളിലെ ഏകാന്തത, ഇത്രയും കാലം ഡേറ്റിംഗ് ആപ്പുകളിൽ ഒരു യഥാർത്ഥ പ്രണയത്തിനായി തിരഞ്ഞുകൊണ്ടിരുന്ന ആ മനസ്സ് അവളോട് മറ്റെന്തോ ആണ് പറഞ്ഞത്. എനിക്കെന്തായാലും ഇതിൽ കുറ്റബോധം തോന്നാൻ പോവുകയാണ്, അവൾ പറഞ്ഞു. എനിക്കും, ആനന്ദ് ചിരിച്ചു. ഇവിടുന്ന് കുറച്ചു മാറി ഇടപ്പള്ളിയിൽ 24 മണിക്കൂറും തുറന്നിരിക്കുന്ന ഒരു കഫേയുണ്ട്, മീര പറഞ്ഞു. ആനന്ദിൻ്റെ പുരികങ്ങൾ മുകളിലേക്ക് ഉയർന്നു. 0% പൊരുത്തമുള്ള ഒരാളോട് നിങ്ങൾ കോഫി കുടിക്കാൻ ചോദിക്കുകയാണോ? ഈ ആൽഗോരിതങ്ങൾക്കൊന്നും മനുഷ്യരെക്കുറിച്ച് യാതൊരു അറിവുമില്ലെന്ന് തെളിയിക്കാൻ. അല്ലെങ്കിൽ നിങ്ങൾ ശരിക്കും ഒരു ഭ്രാന്തനാണോ എന്നറിയാൻ എനിക്കിത് കൊണ്ട് പറഞ്ഞു. അവർ ആ കഫേയിലേക്ക് നടന്നു. രാത്രിയുടെ ആ യാമത്തിൽ അവിടെ അധികം ആളുകൾ ഉണ്ടായിരുന്നില്ല. മങ്ങിയ വെളിച്ചമുള്ള ആ കഫേയുടെ ഒരു മൂലയിലിരുന്ന് അവർ കാപ്പി ഓർഡർ ചെയ്തു. പറയൂ, മീര ചോദിച്ചു.